ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ആർസ് വ്ലോഗിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോയുമായിട്ടാണ്. ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുമല്ല, നേരെ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ സോളാർ വെക്കാൻ പോവുക. കാരണം കറണ്ട് ബില്ല് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. കാരണം 1500 2000 രൂപയ്ക്കാണ് നമ്മുടെ 2000 രൂപയ്ക്കാണ് വേനൽ സമയത്ത് വന്നിട്ടുള്ളത്. നമുക്ക് എ സി ഒന്നും ഇല്ലാട്ടാ. പക്ഷേ ഈ 2000 രൂപ ബില്ലൊക്കെ വരുന്ന സ്ഥിതിക്ക് നമ്മളപ്പോൾ സോളാർ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സോളാർ കൊണ്ട് ഇറക്കിയിട്ട് പോയിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളിനി ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നൊന്നുമല്ല. ഇപ്പോൾ 1500 2000 ബില്ല് വരുന്നവർക്ക് വീട്ടിലൊരു സോളാർ വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാം. അത് 2 ലക്ഷം വരെ നമുക്ക് ലോണ് തരുന്നുണ്ട് ഗവൺമെൻറ്. 78,000 രൂപ സബ്സിഡിയും തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം നമുക്ക് നഷ്ടം വരില്ല. കാരണം പറഞ്ഞാൽ കറണ്ട് ബില്ലിൻ്റെ കാശ് നമ്മൾ അടവായിട്ട് അങ്ങോട്ട് അടച്ചാൽ മതി. കാരണം ഇനിയിപ്പോൾ വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂടും സംഭവങ്ങളൊക്കെയാണ്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെയാണ് ഇപ്പോൾ മഴ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടിന് വലിയ കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും ചൂടിന് ഇപ്പോൾ കുറവുണ്ട്. പക്ഷേ വേനലിൽ നല്ല ചൂടായിരുന്നു. എ സി ഇല്ലാത്തവർക്ക് എ സി ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ഒരു എ സിയും കൂടി വെക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് 2000 പോയി 2500 3000 ആകും. 3000 4000 ആകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാശ് ചിലവാണ്. അപ്പോൾ സോളാർ വെക്കുകയാണെങ്കിൽ ആ ചിലവൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സോളാർ വെക്കാൻ പോവുകയാണ് റൂഫിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റൂഫിൻ്റെ മുകളിൽ നമ്മൾ തന്നെയാണ് ഫ്രെയിം വർക്കും ചെയ്യുന്നത്. നമ്മൾ വെൽഡിംഗ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ തന്നെ ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവർ സോളാർ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് കണക്ഷൻ എല്ലാവരും റെഡിയാക്കി തരും. നമ്മളൊന്നും അറിയണ്ട. നമ്മൾക്ക് ആകെ ചെയ്യാവുന്നത് വീട്ടിലെ നമ്മുടെ പവർ നമുക്ക് സാധാരണ കുറവായിരിക്കും. അതിൻ്റെ ലോഡ് ഒന്ന് കൂട്ടി കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അത് KSEB നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണം. അതിൽ ലോഡ് അവർ കൂട്ടി തരും. കാരണം ഒരു 4000 ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ ഒരു 1900 2000 താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് 4000-ൻ്റെ അടുത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു 3 മെഗാവാട്ടിൻ്റെ നമുക്ക് സോളാർ സെറ്റ് ചെയ്യാം. 5 ഉണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നതൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ പെട്രോളിനൊക്കെ വില കൂടുകയാണ്. ഇലക്ട്രിക് വണ്ടിയൊക്കെ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനും ഇതിനെല്ലാം സൗകര്യമായിരിക്കും ഒരു സോളാർ വെക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ എ സി ഇപ്പോൾ 2 AC ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ 5 മെഗാവാട്ടിൻ്റെ ഒക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ 3 ആണെന്നതിന് സാധാരണ ഒരു വീട്ടിലേക്ക് 3 മെഗാവാട്ടിൻ്റെ മതിയാവും. 3 മെഗാവാട്ടിൻ്റെ മതിയാകും. നമ്മളപ്പോൾ ഒരു എ സി ഒക്കെ വെക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കാശ് അടയ്ക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ മീറ്റർ വാടകയും നമ്മൾ അടയ്ക്കേണ്ടി വരും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന് മുകളിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാശടയ്ക്കേണ്ടി വരൂ. അതിന് താഴെയാണെങ്കിൽ നമുക്ക് കാശടയ്ക്കേണ്ടി വരേണ്ട. ബാക്കി വരുന്നത് അവിടെ അവർ ഉണ്ടാകും. വർഷത്തിലൊരിക്കൽ അത് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കൾ, ഇനി വരും കാലങ്ങളിൽ നമുക്കിതൊന്നും ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കറണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇല്ല, കിട്ടാനില്ല. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ സോളാർ വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം. നമുക്കൊരു ഗ്യാസിന് ഇതിനാണ് ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിക്കാം. ഒരു ഇലക്ട്രിക് ബൈക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിനുള്ള ചാർജും ചെയ്യാം. കാറൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് 3 മെഗാവാട്ട് പറ്റില്ല, 5 മെഗാവാട്ടിൻ്റെ വെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കാശ് കൂടുതൽ ചിലവാകും. ഇതാകുമ്പോൾ നമുക്കൊരു 2.5-ൻ്റെ ഉള്ളിൽ നമുക്ക് പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഈ സോളാർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനിത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വെക്കാൻ പോകണം. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയണമെന്നുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ സബ്സിഡി ഉണ്ട്. അതായത് 78,000 രൂപ സബ്സിഡി തരും നമുക്ക്. അത് ചിലപ്പോൾ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നവർക്ക് അത് ലാഭമായിട്ടുണ്ടാകും. കാരണം ഒരു 2 ലക്ഷം ലോൺ തരുന്നതിൽ 78,000 രൂപ സബ്സിഡി കിട്ടും. നമുക്ക് അതിന് പകുതി കാശ് അടച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളത് ഇതാകുമല്ലോ, പലിശ കാശ് അതിൽ കിട്ടുന്ന വെച്ചോളൂ. അപ്പോൾ ആ റൂഫിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ തന്നെ ഫ്രെയിം വർക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ മെറ്റീരിയൽസ് ഇതൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് സോളാറൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പൈപ്പൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ പൈപ്പൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യാനുള്ള പൈപ്പുകളൊക്കെ കൊണ്ടുവന്ന് ഫ്രെയിമർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ 3-ക്ക് 1.5 2.5-ക്ക് 1.5 അതേപോലെ തന്നെ 2-ക്ക് 1 1-ക്ക് 1 അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സോളാർ പാനൽ വന്നിട്ട് അവർ നേരത്തെ തന്നെ കൊണ്ട് ഇറക്കിയിട്ട് പോയി. കാരണം നമ്മൾ എല്ലാം അവർ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇറക്കിയിട്ട് മഴയായത് കൊണ്ട് ഇപ്പോൾ ചെയ്യാതിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അടുപ്പിച്ച് മഴ പെയ്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. സോളാർ പാനലൊക്കെ അവർ കൊണ്ട് ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതാക്കും. അതിപ്പോൾ 3 മെഗാവാട്ടിൻ്റെ കേട്ടോ. അപ്പോൾ 2 4 6 അവർ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. 5-നാണെന്നുണ്ടെങ്കിൽ അത് 9 ഉണ്ടാവുമേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂഫിൻ്റെ മുകളിലാണ്. നമ്മൾ റൂഫാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ റൂഫാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിൽ ഇത്തിരി റിസ്ക് ആണ്. കാരണം സാധാരണ സ്ലോപ്പ് കുറഞ്ഞ റൂഫിലൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ റൂഫിൻ്റെ മുകളിലാണ് നമ്മൾ സോളാർ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
കാരണം ഈ ഫ്രണ്ടിലല്ല, അങ്ങേ സൈഡിലാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ വർക്ക് തുടങ്ങും. മഴയായതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. മുകളിൽ കയറി ചെയ്യാനും അതുപോലെ തന്നെ മഴയത്തൊന്നും ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയ്ക്ക് കഴിഞ്ഞ ശേഷം നമ്മളത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പറയാം, അത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. കാരണം നമ്മളെ വീട്ടിൽ സോളാർ വെക്കാൻ പോകണു, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നിറയെ കമ്പനികളുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പനികൾ ഇഷ്ടമാണോ അത് നമ്മുടെ അടുത്തുള്ള, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഇല്ലെങ്കിൽ ഏത് കമ്പനിയാണോ നമുക്ക് ബെറ്റർ അത് നോക്കി നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച് നിങ്ങളിൽ ഏതൊക്കെ കമ്പനി ഉണ്ട് എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി എല്ലാം അന്വേഷിച്ച് കറക്റ്റ് ചെയ്ത ശേഷം ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. കാരണം അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടക്കണം. അതൊക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും സോളാർ വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി പോകുന്ന കാലഘട്ടത്തിൽ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സുഹൃത്തുക്കൾക്കും ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഒന്നുകൂടി പറഞ്ഞുതരാം, ഞാൻ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ കേട്ടോ. കാരണം ഞാൻ കമ്പനി തന്നെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ച്, നിറയെ കമ്പനികളുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ സോളാറാണ്. ഇനിയിപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് ചെയ്യുന്നത് ചോദിക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഞാൻ ടാറ്റയുടെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും. അതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ പരിചയമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സോളാർ വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ അതിനുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്തു തരും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാർ വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, 2000-ന് മുകളിൽ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ, ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാവുന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.